ഇന്ന് ലോക പുസ്തക ദിനമാണ്. ഇൻസ്റ്റഗ്രാം റീലുകളുടെയും ഡിജിറ്റൽ അഡിക്ഷൻ്റെയും ഒക്കെ കാലത്ത് ഒരു ജനാലക്കരികിൽ ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് പുസ്തകം വായിച്ചിരിക്കുന്ന സങ്കല്പവും മങ്ങാതെ നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ ആശ്വാസകരമായൊരു കാര്യമാണ്. 1923 ഏപ്രിൽ 23 സ്പെയിനിലാണ് ആദ്യമായിട്ട് പുസ്തക ദിനം ആചരിച്ചു തുടങ്ങിയത്. സ്പെയിനിലെ വിഖ്യാത എഴുത്തുകാരൻ മിഷേൽ ഡി സെർവാന്റിസിന്റെ ചരമവാർഷിക ദിനമാണ് ഏപ്രിൽ മാസം 23. പിന്നീട് 1995 യുനെസ്കോ ഈ ദിനം ലോക പുസ്തക ദിനമായി ആചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വിശ്വസാഹിത്യ നായകൻ വില്യം ഷേക്സ്പിയറുടെ ജനന മരണ തീയതികൾ ഏപ്രിൽ 23 ആണെന്നതും ഈ ദിവസം പുസ്തക ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണമായിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ അകത്തുള്ളത് അല്ലെങ്കിൽ പുത്തൻ കാര്യങ്ങൾ അകത്തുള്ളത് എന്നാണ് പുസ്തകത്തിന് കുഞ്ഞുണ്ണി മാഷിൻ്റെ അമര കൗശം നൽകുന്ന പര്യായ പദം. 40 ലക്ഷം പുതിയ പുസ്തകങ്ങളാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്നതെന്നാണ് കണക്ക്. മനുഷ്യൻ ആർജിച്ച അറിവുകളെയും അനുഭവങ്ങളെയും ഒക്കെ അടയാളപ്പെടുത്തി വയ്ക്കാൻ ഇതിലും എളുപ്പമായ ഒരു വഴി വേറെ ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. ഓരോ പുസ്തകവും തുറക്കുമ്പോൾ മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിലാണ് തുറക്കപ്പെടുക. MTയുടെ വരികൾ വായിക്കുമ്പോൾ നമ്മൾ നിളയുടെ തീരത്തേക്കെത്തും. SK പൊറ്റക്കാടിനോടൊപ്പം നമ്മൾ ലോകം ചുറ്റും. മാധവിക്കുട്ടിയുടെ എഴുത്തുകളിൽ പ്രണയത്തിന്റെ തീവ്രത നമ്മൾ തൊട്ടറിയും. ബഷീറിന്റെ ലോക തത്വങ്ങൾ നമ്മളെ ചിരിപ്പിക്കുന്നതോടൊക്കെ അവർ സൃഷ്ടിച്ച ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയാണ്. ബ്രിട്ടീഷ് എഴുത്തുകാരൻ C.S. ലൂയിസ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് തിരിച്ചറിയാനാണ് നമ്മൾ വായിക്കുന്നത് എന്ന്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുസ്തകത്തിന് ആശംസകൾ കൂടി ഞാൻ നേരുകയാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ഇന്നെല്ലാവരും ധൃതി പിടിച്ചൊരു ലോകം, ഇൻ്റർനെറ്റും ഈ മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ വിരൽത്തുമ്പിലേക്ക് അല്ലേ. ഒരു 10 മിനിറ്റെങ്കിലും സമയം കിട്ടിയാൽ ഉടനെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും അടക്കമുള്ള ഭൂരിഭാഗം ആളുകളും. അപ്പം അതിനിടയിൽ ഇന്ന് ഒരു പുസ്തകം വായിച്ചു തുടങ്ങാം നമുക്ക്. അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗവുമാക്കാം.